ഞാൻ വന്നിട്ട് വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ നിന്നാണ് വരുന്നത്. ഒരു പല്ല് കേടുവന്നു, അങ്ങനെ ഓട്ടയായി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഓരോ പല്ലായിട്ട് ഇങ്ങനെ പ്രോബ്ലം വന്നുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ ചവയ്ക്കാനും പറ്റില്ല, ഒരാളെ മുന്നിൽ ഫംഗ്ഷനൊക്കെ പോയി ചിരിക്കാനും പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. കുറേ ഡോക്ടറെ കാണിച്ചു, അവരൊക്കെ എടുത്തു കളയണം, പിന്നെ ഇല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എങ്ങനെ യൂട്യൂബിൽ കണ്ട് നെച്ചൂർപ്പാടൻ ഡോക്ടറെ കണ്ടു, ഇവിടെ തന്നെ വന്ന് കാണണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ആ ഒരൊറ്റ ഭാഷയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനിപ്പോൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് ഒരു 4 ദിവസമേ ആയിട്ടുള്ളൂ. ഫസ്റ്റ് ഒരു പ്രാവശ്യം വന്നു, പല്ല് ക്ലീനൊക്കെ ചെയ്തു. പിന്നെ രണ്ടാമത് വന്നു, മൂന്നാമത്തെ ദിവസം പല്ല് നല്ല ക്ലിയർ ആയി, നല്ലോണം ചിരിക്കാനുമായി, സംസാരിക്കാനുമായി, എല്ലാവരും മുന്നിലും പോയി സന്തോഷമായിട്ട് ഇരിക്കുക. താങ്ക് യു ഡോക്ടർ. ലിറ്റി നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. പക്ഷെ സ്വന്തം ഫോട്ടോഗ്രാഫ് എടുക്കാൻ നേരത്ത് ഒരു വശം മാത്രമേ ചിരിച്ചു കാണിക്കുള്ളൂ. ലിറ്റിയുടെ വയസ്സ് കേൾക്കാൻ എന്താണ് സംഭവിച്ചതെന്ന്. ഞാൻ ലിറ്റി. ഞാൻ ഇവിടെ ടോംസ് ഡോക്ടറിന്റെ അടുത്ത് വന്നത് എന്റെ പല്ല് ഞാൻ ചിരിക്കുമ്പോൾ വൺ സൈഡ് കുഴപ്പമില്ലായിരുന്നു, ഈ സൈഡിൽ ചെറിയൊരു കേടും, അതേപോലെ എന്റെ ഒരു പല്ല് ഉള്ളിലേക്കായിരുന്നു. അതുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കിത് 1 വീക്കിന്റെ ഉള്ളിൽ ശരിയാക്കി സെറ്റാക്കി തരാമെന്ന്. അത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഞാൻ എല്ലാ സ്ഥലത്ത് പോയാലും എന്റെ അടുത്ത് കമ്പി ഇടണം ഒക്കെയാണ് പറയാറ്. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്യേണ്ട, ഞാൻ ഒരു 1 വീക്കിന്റെ ഉള്ളിൽ തന്നെ സെറ്റ് ആക്കി തരാമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു 1 വീക്കിന്റെ ഉള്ളിൽ തന്നെ ബ്യൂട്ടിഫുൾ ആക്കി തന്നു. താങ്ക് യു ഡോക്ടർ. നല്ല ചിരി വേണമെങ്കിൽ പല്ല് ഡോക്ടറെ കാണിക്കാൻ, ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാൻ മറക്കരുത്. പല ക്ലിനിക്കുകളിലും പറഞ്ഞത് പല്ല് മൊത്തം എടുത്തിട്ട് വേറെ ആർട്ടിഫിഷ്യലായിട്ട് വെക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്ന് സാറ് പറഞ്ഞു അങ്ങനെ എടുത്തൊന്നും കളയണ്ട, അല്ലാത്ത രീതിയിൽ നമുക്ക് വെക്കാവുന്ന രീതിയിൽ എല്ലാ കേടുപാടുകളും മാറ്റി പല്ല് എടുക്കാതെ ക്രൗൺ ചെയ്ത് നല്ല ഭംഗിയായി വെച്ച് തന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ചിരിക്കുമ്പോഴൊക്കെ ഒരു വിഷമായിരുന്നു, പല്ല് പൊന്തിയൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ കേടുപാടുകളും. സാറിൻ്റെ അടുത്ത് വന്നതിന് ശേഷം എനിക്ക് വളരെയധികം സന്തോഷം, വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഇതുവരെ 15 വർഷമായിട്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇങ്ങനെ പല്ല് പൊന്തിയും പല്ല് കേടുപാടുകളും ഉള്ളവരെന്ന് നിങ്ങളൊന്നും വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് നെച്ചൂപ്പാടം തോമസ് സാറിൻ്റെ ക്ലിനിക്കിലേക്ക് വന്നോളൂ, സന്തോഷമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. എൻ്റെ പേര് അഷ്റഫ് എന്നാണ്. ഞാൻ ഈ കാസർഗോഡ് ജില്ല മൊഗ്രാലിൽ നിന്ന് വരികയാണ്. പല്ല് മൊത്തം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, പല്ല് കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ 2-3 പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്തു, റൂട്ട് കനാലൊക്കെ ചെയ്തിട്ട് ഒന്നും ശരിയായില്ല, പല്ലൊക്കെ പൊട്ടിപ്പോവാണ്. അങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പല്ല് ഒന്നും എടുക്കണ്ട, അതിനെ തന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഗൾഫിൽ പോകുന്ന ആളാണ്, അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് വൈകിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ലീവ് കുറവേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ വരവിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് തന്ന് രണ്ടാമത്തെ വരവിൽ തന്നെ പല്ലൊക്കെ ശരിയാക്കി തന്നു. 2 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പറായി, ചിരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല സൂപ്പറായി, പല്ലൊക്കെ ഒന്ന് റെഡി ആയിട്ട് വെച്ച് തന്നു, നല്ല ഉഷാറായി. എൻ്റെ സ്ഥലം ഇടുക്കിയാണ്. ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നത്. എൻ്റെ പേര് രജനി. പല്ലുകൾക്ക് മോണരോഗമായിരുന്നു, പല്ലുകൾ ഭയങ്കര ആട്ടമായിരുന്നു. അങ്ങനെ കട്ടപ്പനയിലെ ഹോസ്പിറ്റലുകളിലൊക്കെ പോയിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഡോക്ടറുടെ ഒരു വീഡിയോ കാണുകയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഡോക്ടർ പറഞ്ഞു 5 ഡേയ്സിനുള്ളിൽ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് വന്ന് എല്ലാ ട്രീറ്റ്മെന്റും തുടങ്ങി. പണ്ട് എനിക്കാണെങ്കിൽ അങ്ങനെ ഫംഗ്ഷന് പോകാനൊക്കെ നാണക്കേടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ നാണക്കേടായിരുന്നു. എൻ്റെ പല്ല് ഭയങ്കരമായി പൊങ്ങി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടൊക്കെ എനിക്ക് ചിരിക്കാനൊന്നും ഒരു ഇല്ലായിരുന്നു. ഫോട്ടോ എടുക്കാൻ ഒത്തിരി ആൾക്കാർ വിളിച്ചാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇത് എൻ്റെ ഇംപ്ലാന്റ് ചെയ്യുകയും പിന്നെ കുറച്ച് ക്രൗൺ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. 5 ഡേയ്സിനുള്ളിൽ എല്ലാം റെഡിയാക്കി തരികയും ചെയ്തു. ഇവിടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ സ്റ്റാഫും എല്ലാവരും നല്ല രീതിയിൽ എന്നോട് പെരുമാറുകയും എല്ലാം ചെയ്തു, എനിക്കെല്ലാം ചെയ്തു തരികയും ചെയ്തു. ഡോക്ടറിനോട് അധികം നന്ദി പറയുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒക്കെ എല്ലാവരും ചോദിക്കും എന്താ ഇങ്ങനെ പല്ല് പറിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു എനിക്ക്. ഡോക്ടർ വന്ന് ഇവിടെ ഞാൻ പല്ല് പറിക്കില്ല, പല്ല് പറിക്കാണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ഇപ്പം ഈ കാണുന്ന പോലെയുള്ള പല്ല് റെഡിയായി. കട്ടികൾ കൂടിയ സാധനങ്ങൾ കഴിക്കാൻ അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടും എനിക്കില്ല. ഒരു രുചി വ്യത്യാസവും ഇല്ല, പല്ല് ഇളകോ അല്ലെങ്കിൽ ബ്ലഡ് വരിക. എനിക്ക് നേരത്തെ പല്ലുവേദനയായിരുന്നു, എപ്പോഴും പല്ലുവേദന വരാറുള്ളതാണ്. ഇപ്പം എനിക്ക് ഇതുവരെയും പല്ലുവേദന അങ്ങനെ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ തന്നെ പ്രതീക്ഷയില്ല. നിങ്ങളുടെ പല്ലിന് ഇതുപോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് വരിക, ചിരിച്ചു പോവുക എന്നെപ്പോലെ.
കാട്ടുചെമ്പകം പൂത്തോട്ടെ എന്നുള്ള സോങ് പാടിയ ആവണി മൽഹാറാണ് ഞാനിപ്പം കുറെ മന്ത്സ് ആയിട്ട് പല ഡോക്ടറെ അടുത്ത് വരുന്നുണ്ട്. എൻ്റെ ഒരു ഗമ്മി സ്മൈൽ ആയിരുന്നു, ഭയങ്കരമായിട്ട് മോണ കണ്ടിട്ട് പല്ല് താഴോട്ടായിട്ട് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രേസസ് യൂസ് ചെയ്തത്. ഒരു 7.5 കൊല്ലം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ കണ്ട ദിവസം തന്നെ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ മുകളിലെ റൂട്ടൊക്കെ ഇങ്ങനെ പോയി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി റിസ്ക് എടുക്കണ്ട എന്നുള്ള രീതിയിൽ ഇവിടെ വന്നപ്പോൾ തന്നെ സാർ അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ബൈറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു, അതിന് എനിക്ക് നൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ കമ്പി തന്നിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്ത് എനിക്ക് ബൈറ്റ് പ്രോബ്ലം മാറി. എല്ലാം കൂടെ ഞാൻ ഇവിടെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. കാര്യം ഓവറായിട്ട് ഭയങ്കര പ്രൊസീജിയേഴ്സ് പറയില്ല എന്ന് വെച്ചാൽ വളരെ മിനിമലായിട്ട് എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്ന നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഡോക്ടറെ അടുത്തേക്ക് വരാം. എൻ്റെ പേര് വേണുഗോപാൽ, ഞാൻ ചേർത്തലയിൽ നിന്ന് വരികയാണ്. എൻ്റെ പല്ലിന് വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പല്ല് ഇളകിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല ദിശകളിലേക്കും മാറിയിരിക്കുകയായിരുന്നു. പല്ലിൻ്റെ വിടവുകളിലൊക്കെ ആഹാരം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പല്ലുകൊണ്ട് ചിരിക്കാൻ പറ്റാത്ത രീതിയിൽ പല്ലിൻ്റെ 2 വശമൊക്കെ മോശമായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നത് ചെയ്തതിന് ശേഷം മുഖത്തിൻ്റെ ഷേപ്പൊക്കെ നല്ല രീതിയിലായി, പല്ല് തുറന്ന് കാണിക്കാവുന്ന രീതിയിലൊക്കെ ആയി, നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ പല്ല് പറിക്കുകയാണ് എല്ലായിടത്തും ചെയ്യുന്നത്. എനിക്ക് ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല, പല്ല് പറിക്കാതെ തന്നെ ആ പല്ലുകളൊക്കെ തന്നെ നേരെയാക്കി. അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ തോന്നുന്നുണ്ട്. എങ്ങനെയാണോ നാച്ചുറലായിട്ട് പല്ല് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ പല്ല് വെച്ച് വരുന്നു. വളരെ നന്ദി. എൻ്റെ പേര് വജന, ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പല്ല് ശരിക്കും ഉന്തിയിട്ടായിരുന്നു. പണ്ട് എനിക്കാണെങ്കിൽ ചിരിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ചുണ്ട് കൂട്ടി ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഒരു പല്ലിന് നല്ല ഉന്തലുണ്ടായിരുന്നു, അതിങ്ങനെ വെളിയിലോട്ട് നിൽക്കുമായിരുന്നു. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ പല്ലിന് ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഗ്യാപ്പിനകത്ത് കയറുന്നുണ്ടായിരുന്നു. എനിക്ക് പല്ല് താഴ്ത്തണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നി. ഞാൻ 2-3 ക്ലിനിക്കിൽ ചെന്നു. അപ്പോഴെല്ലാം അവർ പറഞ്ഞ മോണരോഗവും ബുദ്ധിമുട്ടും ഒക്കെ കാരണം പെട്ടെന്ന് താഴ്ത്താൻ പറ്റത്തില്ല, അതുപോലെ അതിനൊരു 4-5 വർഷം എടുക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ യൂട്യൂബ് വഴി ഡോക്ടറുടെ വീഡിയോസ് കാണാനിടയായി. അങ്ങനെ ഞാൻ ഇവിടെ ഡോക്ടറെ അടുത്ത് വന്നു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 സിറ്റിംഗ് മതി, അതോടെ ഡോക്ടർ ക്ലിയർ ചെയ്ത് തരാം പല്ലിൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു. മോണരോഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഡോക്ടറോട് ഞാൻ സംസാരിച്ചായിരുന്നു. ഡോക്ടർ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തു. 3 സിറ്റിങ്ങോടെ എൻ്റെ പല്ലെല്ലാം ക്ലിയർ ചെയ്തു. ഡോക്ടർ അടിപൊളിയായിട്ട് തന്നു. ഇപ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ. പല്ലുകൾ നമുക്ക് ഇത്ര വൃത്തിയായി മനോഹരമായി ചെയ്തു തന്നതിൽ എനിക്ക് വളരെ താങ്ക്സ് ഉണ്ട്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, ഞാൻ ഇരിഞ്ഞാലക്കുട കാട്ടൂരിൽ നിന്ന് വരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ പല്ലിന് കംപ്ലീറ്റ് കേടായിരുന്നു. 10 പല്ലുകളും എനിക്ക് ഡാമേജ് ആയിരുന്നു. ഫേസ്ബുക്കിൽ ഞങ്ങൾ കണ്ടു, അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്. അപ്പോൾ ഡോക്ടർ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, എന്നാൽ ഇത്ര വർഷമായി നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഡോക്ടറെ സംസാരിച്ച് വന്നപ്പോൾ 1 വീക്ക് കൊണ്ട് എല്ലാം ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് 2 ടൈമാണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിൽ എല്ലാവരെയും നല്ല ട്രീറ്റ് ചെയ്യുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഫുഡ് കഴിക്കാനേ പറ്റില്ലായിരുന്നു. വർത്താനം പറയാൻ ബുദ്ധിമുട്ട്, ഊണപ്പഴുപ്പ്, വായനാറ്റം, അങ്ങനെ കുറേ പ്രോബ്ലങ്ങളായിരുന്നു വായിക്ക്. അതിപ്പോൾ എല്ലാം ക്ലിയർ ആയി വന്നിരിക്കുന്നു. പല്ലുകൾ നമുക്ക് ഇത്ര വൃത്തിയായി മനോഹരമായി ചെയ്തു തന്നതിൽ എനിക്ക് വളരെ താങ്ക്സ് ഉണ്ട്. ഈ ഡോക്ടേഴ്സ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് വളരെ താങ്ക്സ്. I am now 61 years. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ പിന്നെ ദർ ഇസ് എ ലോട്ട് ഓഫ് ചേഞ്ചസ്. മൈ നെയിം ഈസ് സരോജ ദേവി. ഐ എം സ്റ്റേയിങ് ഇൻ എറണാകുളം നോർത്ത്. 2 വർഷം മുമ്പ് എൻ്റെ പല്ലുകൾക്ക് വളരെ കേടുണ്ടായിരുന്നു, ചവയ്ക്കാൻ പറ്റില്ലായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. പൊതുവെ പറയാൻ പോയാൽ അത് കാണിക്കാതിരിക്കാൻ മാസ്ക് വെച്ചായിരുന്നു നടന്നിരുന്നത്. 2 വർഷം മുമ്പ് ഇവിടെ ക്ലിനിക്കുള്ളത് വിവരം അറിഞ്ഞു. ഞാൻ ഇവിടെ വന്നു. അങ്ങനെ ഡോക്ടർ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു തന്നു. വളരെ നല്ല പേഷ്യൻ്റ് കെയർ ആയിരുന്നു. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. 2023 ഞാൻ ഇവിടെ എത്തിയത്. ജസ്റ്റ് ഒരു 1 മന്തിൽ എല്ലാം ക്ലിയർ ആയി. ഇത്രയും വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും കേട് വന്നു, പല്ലുവേദന വരുമ്പോൾ എന്തെങ്കിലും മരുന്ന് വയ്ക്കും അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇവിടെ വന്ന പിന്നെ എനിക്ക് ഒരു ദിവസം പോലും പല്ലുവേദന വന്നിട്ടില്ല. അതുമല്ലാതെ പല്ലൊന്നും അങ്ങനെ പറിച്ചിട്ടല്ല ഡോക്ടർ ഇട്ടത്, നീറ്റായിട്ട് ഉള്ള പല്ല് തന്നെ ഡോക്ടർ നീറ്റായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ആ പൊങ്ങിയ പല്ലിൻ്റെ ഇതേ അറിയില്ല, ഞാൻ പറഞ്ഞാലേ അറിയുള്ളൂ. ഫേസിന് തന്നെ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. സോ ഹാപ്പി അബൌട്ട് ദിസ് ട്രീറ്റ്മെൻറ്റ്. താങ്ക് യു. 2009 എൻ്റെ പല്ല് വളരെ വളരെ പ്രശ്നമായിരുന്നു. മിക്ക പല്ലുകളും ഏതാണ്ട് എടുത്തു കളയേണ്ട ഒരു ഘട്ടത്തിലാണ് ഇവിടെ വന്ന് ഞാൻ ഡോക്ടറെ കണ്ടത്. ഡോക്ടറെ പറഞ്ഞു, ഒരു പല്ലും എടുത്ത് കളയാതെ തന്നെ ഞാൻ നിങ്ങളുടെ എല്ലാ പല്ലും പ്രിസിഷൻ അറ്റാച്ച്മെന്റ് എന്ന ഒരു ഇതിൽ കൂടി ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം എൻ്റെ ചേച്ചി ചെയ്തു, അത് വളരെ സക്സസ് ആയിരുന്നു. ഇന്നും ചേച്ചിയുടെയും പല്ല് അതേപോലെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ 2009 ഞാൻ ഈ ഡോക്ടർ ചെയ്തു തന്ന ഈ പ്രിസിഷൻ അറ്റാച്ച്മെന്റ് പല്ലിൽ എനിക്ക് ഇന്നും മനോഹരമായി ചിരിക്കാൻ പറ്റുന്നുണ്ട്. അതിന് ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നു. പല്ല് ഭയങ്കരമായ മോശമായ ഒരു കണ്ടീഷനിലാണ് ഞാൻ ഇവിടെ വന്നത്. മുകളിലത്തെയും താഴത്തെയും എല്ലാ പല്ലുകൾക്കും പ്രശ്നമായിരുന്നു. പക്ഷേ ഡോക്ടർ അതെല്ലാം വളരെ മനോഹരമായിട്ട് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് 2 സിറ്റിങ്ങിനെ ഞാൻ വന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ്. സന്തോഷം. പല്ലാണ് എൻ്റെ ആക്ച്വലി പ്രോബ്ലം എന്നുള്ളത് മനസ്സിലായത്. ഇതൊരു പുതിയ സ്റ്റാർട്ടാണ്. ഞാനൊരു പുതിയ കോൺഫിഡൻസിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാനൊരു IT പ്രൊഫഷണലാണ്. കുറേ കാലമായിട്ട് ഞാൻ വിദേശത്തായിരുന്നു. എൻ്റെ ആരോഗ്യം
ശരിക്കും പല്ലും അതിനെക്കുറിച്ചൊന്നും വളരെയധികം ബോധേഡല്ലായിരുന്നു ഞാൻ. അങ്ങനെ കുറേ കാലം നടന്ന് ഇപ്പോൾ എൻ്റെ പല്ലിൻ്റെ സ്ഥിതി വളരെ മോശമായി. കണ്ടിന്യൂസ് ആയിട്ട് വായിൽ വൂൺസ് ഉണ്ടാവുന്നുണ്ട്, പല്ലുകൾ ദ്രവിക്കുന്നുണ്ട്. 1-2 പല്ലുകൾ പോയി എനിക്ക്. അപ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് ശ്രമിച്ചത്. ഇപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നമുക്കൊരു പ്രൊസീജിയർ ചെയ്യാം. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. പ്രൊസീജിയർ കഴിഞ്ഞു, പുതിയ പല്ല് വെച്ചു. എൻ്റെ പഴയ ബുദ്ധിമുട്ടുകൾ വളരെയധികം മാറി, പുതിയൊരു ലുക്ക് എനിക്ക് തന്നു. ഡോക്ടറെ പറ്റി ഞാൻ പറയുമ്പോൾ പുള്ളിയൊരു ആർട്ടിസ്റ്റും കൂടെയാണ്. സീ ഫ്രം മൈ ഫേസ് ഇറ്റ് സെൽഫ് ഹി ഹാസ് ഗിവൺ എ ബ്യൂട്ടിഫുൾ വർക്ക്. താങ്ക് യു വെരി മച്ച്. അടിമാലിയിൽ നിന്നാണ് ഈ ചേച്ചി വന്നത്. എൻ്റെ ഈ ഫ്രണ്ടിൽ ഒരു പല്ല് പോയായിരുന്നു, അത് വെക്കാനായിട്ട് ക്ലിനിക്കിൽ പോയി. അവിടെ നമുക്ക് കഴിക്കാനോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. പല്ലുകൾ നഷ്ടമായിട്ട് അവിടെ പല്ല് വെച്ചത് ഇപ്പോൾ തൊട്ടടുത്തുള്ള പല്ല് പോയി. അങ്ങനെ യൂട്യൂബ് വഴി തോമസ് നെച്ചിപ്പാട് എന്ന ഡോക്ടറിന്റെ അടുത്ത് വന്നു. നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് പല്ലൊക്കെ ഒന്ന് ഭംഗിയാക്കി തരാമോ എന്ന് ചോദിച്ചു. ഡോക്ടറാണ് എനിക്ക് ട്രീറ്റ്മെന്റും ചെയ്യാന്ന് ഏറ്റു. ഇപ്പൊ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നമ്മൾ നല്ല ഭംഗിയായിട്ട് പല്ലുകളെയൊക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കി കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം പോയി. ഇനി എനിക്ക് ജോലിക്ക് പോകാം, കുഴപ്പമില്ല, സന്തോഷമായി. ഇങ്ങനെയുള്ള പല്ലുകളെ ഉറപ്പായിട്ട് വെക്കുന്നതാണ് നല്ലത്. ഒരു പല്ല് വെക്കുമ്പോൾ നമ്മൾ ഊരി വെക്കുന്ന പല്ല് വെക്കുമ്പോൾ തൊട്ടടുത്തുള്ള പല്ലുകളൊക്കെ ഇളകി പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പ്രത്യേകം ഈ ചേച്ചിയുടെ കാര്യം കാണുമ്പോൾ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാൻ പല്ല് ഡോക്ടർ, സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ. എൻ്റെ പേര് ഷീജ ജോസഫ്. തൃശ്ശൂർ ജില്ലയിലെ മാള എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. കുറച്ച് പല്ലുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പല്ല് മുൻവശം പൊന്തിയിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഹോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ എന്തെങ്കിലും കഴിച്ചപ്പോൾ എനിക്കൊരു സൂചിയും കൊണ്ട് നടക്കണം. പിന്നെ ഇനി 3-4 പല്ലും കൂടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഭാവിയിൽ ഇനി വായിൽ പല്ലൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു. ഡോക്ടറിൻ്റെ വീഡിയോസുകൾ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ വാക്കുകളിൽ നല്ല കോൺഫിഡൻസ് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ വന്നൊന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇപ്പം എൻ്റെ പല്ല് നന്നായിട്ട് ചിരിക്കാനും ഇതിനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പോയി ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ചിരിക്കുമ്പോൾ പല്ല് മുഴുവൻ പൊന്തിയതായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് ക്ലിയറായി സന്തോഷമായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഈ പല്ലൊക്കെ നന്നായി ശരിയായതിൽ എനിക്ക് ഇവിടുത്തെ സ്റ്റാഫിനോടും ഡോക്ടറിനോടും എല്ലാവരോടും നന്ദി പറയുന്നു. സബീന എന്ന് പറയുന്ന ഈ പേഷ്യൻ്റ് വന്നത് പല്ലിന് പൊടിഞ്ഞു പോകുന്നൊരു പ്രശ്നമാണ്. പലർക്കും പറയാറുള്ളൊരു കാര്യമാണ് പല്ല് പൊടിഞ്ഞു പോകുന്നൊരു പ്രശ്നം. എൻ്റെ പേര് സബീന, ആലുവെന്ന് വരുന്ന. എൻ്റെ പ്രശ്നം പല്ല് ഒടിഞ്ഞൊടിഞ്ഞ് പോകുകയായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു, ചിരിക്കാനും ചവയ്ക്കാനും ഒക്കെ ഒന്നും പറ്റില്ല. ഒരു സമൂഹത്തിലെ ഒരു പരിപാടിക്ക് ഒരു ഫോട്ടോ എടുക്കാനൊന്നും പോകില്ല. നമ്മുടെ വീഡിയോ കണ്ടാണ് ഇവിടെ വന്നത്. എൻ്റെ പ്രശ്നം 17-18 മുതൽ പല്ലിന് കേടാവുകയും പൊടിഞ്ഞു പോവുകയും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഡോക്ടറെ അടുത്ത് വന്നതും ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇവിടെ വന്നതുകൊണ്ട് നല്ല പ്രതീക്ഷയുണ്ട്. ഭംഗിയായിട്ട് ചിരിക്കുക, പല്ലിൻ്റെ പൊക്കം താഴ്ത്തി പല്ലുകളെയൊക്കെ നിരയാക്കി പല്ലിൻ്റെ കേടൊക്കെ മാറ്റി പല്ല് നഷ്ടപ്പെട്ട പല്ലുകളെല്ലാം തിരിച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് മടങ്ങിപ്പോയത്. നിങ്ങളുടെ പല്ലും ഭംഗിയാക്കാൻ സാധിക്കും. നല്ലൊരു പല്ല് ഡോക്ടറെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണേലും അത് ചികിത്സിച്ച് വളരെ കാലം നിൽക്കുന്ന ചികിത്സകൾ തന്നെ ചെയ്യാൻ നിങ്ങൾ നോക്കുക. ഞാൻ പല്ല് ഡോക്ടറെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനിക്ക് നല്ലോണം ചിരിക്കാം. ഡോക്ടർക്ക് നന്ദി. എൻ്റെ പേര് റഷീദ, ഞാൻ വാഴക്കുളത്ത് നിന്ന് വരുന്നു. എൻ്റെ പല്ലിന് ചെറുപ്പം മുതലേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പല്ല് മോണരോഗമായിരുന്നു. പല്ലെല്ലാം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല്ലിന് മോണരോഗം ഉണ്ടായിരുന്നോണ്ട് ട്രീറ്റ്മെന്റ് എടുത്ത് എനിക്ക് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 3 വിസിറ്റിങ്ങിന് വേണ്ടി വരുന്നുള്ളൂ. ഇപ്പൊ എൻ്റെ പല്ല് എനിക്ക് ചിരിക്കാൻ പറ്റത്. എനിക്ക് ചിരിക്കുമ്പോൾ എനിക്ക് നാണം പോലെ മുഖം പൊത്തി പിടിച്ചിട്ടാണ് ചിരിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് ശരിക്കും ചിരിക്കാം. ഈ ഭക്ഷണമൊക്കെ നല്ലോണം ചവച്ച് കഴിക്കാം. ഇത് ചെയ്തു തന്ന ഡോക്ടർക്ക് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. Hi, I'm Jansi and I'm from Kanjirapalli and I'm based in London. ഞാൻ ഡോക്ടർ തോമസ് നെച്ചിപ്പാടത്തിനെ കൺസൾട്ട് ചെയ്ത് 2010 എൻ്റെ ഫ്രണ്ട് ടീത്തിന് ഗ്യാപ്പ് ഇഷ്യൂസും ഗം ഇഷ്യൂസും ഉണ്ടായിരുന്നു. ഡോക്ടർ ഫിക്സ് ദ പ്രോബ്ലംസ് യൂസിങ് ദ ക്രൗൺസ് ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സേ ദാറ്റ് ദോസ് ക്രൗൺസ് ആർ വർക്കിംഗ് ഈവൻ ആഫ്റ്റർ 15 years. തലയോലപ്പുറം വിടവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നായിരുന്നു വരുന്നത്. പല്ല് പൊങ്ങിയിട്ടുണ്ടായിരുന്നു, അകച്ചുണ്ട്, പിന്നെ മഞ്ഞ കളറ്. ഭംഗി കുറവാണ്. അവനവൻ്റെ പല്ല് കളയണമല്ലോ എന്ന് വിചാരിച്ച് അതും കൊണ്ട് നടന്നു. അപ്പൊ ഇതൊക്കെ പിള്ളേർ പറയും എപ്പോഴും അമ്മയുടെ പല്ലെടുത്തിട്ട് നമുക്ക് സെറ്റ് വെക്കാന്നൊക്കെ പറയും. പക്ഷെ ചെയ്തില്ല. അന്നേരം ഇപ്പൊ പിന്നെയും ഇടയ്ക്ക് ഇച്ചിരി വേദനയും കൂടെ വന്നപ്പോഴത്തേക്ക് ഇനി ഇത് വെച്ചോണ്ടിരുന്നിട്ട് ഇതില്ല, അപ്പൊ ശരിയാക്കാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നെറ്റിൽ കൂടെ കണ്ട് ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എന്നെ മോള് കൊണ്ടുവന്നത്. 2 പ്രാവശ്യം ഇപ്പം വന്നുള്ളൂ. ഇവിടെ വന്ന് ഡോക്ടറിനെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം 2 പ്രാവശ്യം വന്നു. അപ്പോൾ പല്ല് ശരിയായി. ഇപ്പം നന്നായിട്ട് ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. നല്ല ഒരു അഭിപ്രായം. ഇപ്പം എനിക്ക് നല്ലോണം ചിരിക്കാം.
ഞാൻ മിനി മായവൻ മാമംഗലത്ത് നിന്ന് വരണേ. ഞാൻ ഒരു ഹോട്ടൽ നടത്തണേണ്. എൻ്റെ പല്ല് തേയ്മാനം വന്നിട്ട് കുറച്ചാളായി. എനിക്ക് ഈ പല്ല് ഇങ്ങനെ ഇരിക്കണ കാരണം എനിക്ക് ആൾക്കാരോട് വർത്തമാനം പറയാനും പറ്റില്ല, ചിരിക്കാനും പറ്റില്ല. അതൊക്കെ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ പോണ പോലെ തോന്നും. ഞാൻ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അവര് ഇത് പല്ല് പറിക്കണമെന്നാ പറഞ്ഞ. ഞാൻ ഈ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ ഈ ഡോക്ടറിന്റെ പേര് കണ്ട് അങ്ങനെ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ച് അങ്ങനെയാണ് ഇവിടെ വന്നത്. പല്ല് ശരിയായി. എനിക്ക് നേരത്തെ ചിരിക്കാനൊന്നും വലിയ പ്രയാസമായിരുന്നു. ഇപ്പൊ എനിക്ക് നല്ലോണം ചിരിക്കാം. പല്ലിനൊരു കുഴപ്പമില്ല, സുഖമായിട്ട് എനിക്ക് ചവക്കാനൊക്കെ പറ്റും. എൻ്റെ പേര് രമ. ഞാൻ തൃശ്ശൂരെന്നാണ് വരുന്നത്. ഞാൻ ഒമാനിൽ വർക്ക് ചെയ്തിരുന്നത്. പല്ലിങ്ങനെ ഫുള്ള് കേടാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വേറെ ഡോക്ടറിനെ കണ്ടു. ഈ പല്ലി റൂട്ട് കനാൽ ചെയ്ത് പോയി. അവിടെ നിന്ന് ഒരാഴ്ച ചെന്നപ്പോഴേക്കും ഇത് കംപ്ലീറ്റ് അടന്നു പോകുന്നുങ്ങടാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഡോക്ടറിൻ്റെ ഇത് എൻ്റെ ഫോണിൽ കയറി വന്നത്. ശരിയാകുമെന്ന് എൻ്റെ മനസ്സിലൊരു ഇതുണ്ട്, എനിക്ക് റെഡിയാക്കി തരാൻ ഡോക്ടറിന് പറ്റും എന്നുള്ളത്. അതേപോലെ തന്നെ റെഡിയാക്കി തരാൻ പറ്റും. ചുരുങ്ങിയ ദിവസം ഉണ്ട്. അവരെന്നോട് 3 മാസം പറഞ്ഞത്. ഇത് എടുത്ത് കളഞ്ഞിട്ട് ഇതൊക്കെ വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം എടുക്കുമെന്ന് പറഞ്ഞത്. ആകെ 20 ദിവസത്തെ ലീവിനാണ് ഞാൻ വരുന്നത്. ഡോക്ടറിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് അറിയാതെ തന്നെ ഒരു ഡോക്ടർ ഇതിലേക്ക് തരും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നതാണ്. അതൊന്ന് ഓക്കെയായി, സന്തോഷമായി. ഇതിൽ പറയുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ജീജ സുരേന്ദ്രൻ. സത്യം. നെച്ചൂപ്പാടം ഡെന്റൽ ക്ലിനിക്, കൊച്ചി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നെച്ചൂപ്പാടത്തിലേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ കണ്ടിട്ടുണ്ട് പല്ലി ഡോക്ടർ പേജ്. അത് കുറേ കാലങ്ങളായിട്ട് ഞാനത് ഫോളോ ചെയ്യുന്നതാണ്. അപ്പം ഞാനിങ്ങനെ ഓർത്തു എനിക്കിവിടെ വരണം. കണ്ടില്ലേ ഗ്യാപ്പ് കണ്ടില്ലേ, കുറേ വർഷങ്ങളായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തണം എന്ന് കരുതിയിട്ട് കുറേ വർഷങ്ങളായി. പക്ഷെ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഈ അടുത്തായിട്ട് ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ടെലിവിഷൻ ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം ഗോകുലം പാർക്കിൽ വെച്ച് നടക്കുമ്പോൾ ഡോക്ടറിനെ നേരിട്ട് കാണാൻ പറ്റി. അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു, ഇത് പല്ലി ഡോക്ടർ പേജിലെ ഡോക്ടർ ആണല്ലോ എന്ന് കരുതി ഞാൻ നേരിട്ട് ചെന്ന് പരിചയപ്പെട്ടപ്പോൾ എൻ്റെ ദൈവമേ, ഭയങ്കര ഇന്റിമേറ്റ് ഒരു വർഷങ്ങളായിട്ടുള്ള പരിചയം പോലുള്ള ഒരു സ്നേഹം കിട്ടി. അപ്പം ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എറണാകുളത്ത് എത്തിയാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, കാരണം അത്രയും സ്നേഹത്തോടുകൂടി, അത്രയും വിശ്വാസത്തോടുകൂടി, അത്രയും ഒരുപാട് കോടി ജനങ്ങളുടെ സ്മൈലി ഞാൻ കണ്ടതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഞാൻ ചേർത്തല താലൂക്കിൽ മൈത്ര പഞ്ചായത്തിൽ നിന്ന് വന്നതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു പല്ല് വയ്ക്കാനാണ് ഇവിടെ വന്നത്. അപ്പോഴാണ് യാദൃശ്യമായിട്ട് എൻ്റെ പല്ല് ഡോക്ടർക്ക് കാണാൻ ഇടയായി. എനിക്ക് ആഹാരം കഴിക്കാനും ചിരിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പല ഡോക്ടർമാരെ ഇതിന് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ മൊത്തം പല്ലും എടുത്തിട്ട് ഊരുന്ന പല്ല് വെക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. മോണയ്ക്കൊന്നും ബലമില്ലാത്തത് കൊണ്ട് ഫിറ്റ് ചെയ്യുന്ന പല്ല് മാഡത്തിന് വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഊരുന്ന പല്ലായതുകൊണ്ട് ഞാനത് ചെയ്യാതിരിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, പല്ലൊന്നും പറിക്കാതെ തന്നെ ഞാനിത് ശരിയാക്കി തരാം. പക്ഷെ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടർന്നു. 3 പ്രാവശ്യം ഇവിടെ വന്നു. ഇപ്പം എനിക്ക് എൻ്റെ പല്ല് ഓക്കെ ആയിട്ടുണ്ട്. പല്ല് വെച്ചതിന് ശേഷം എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ എനിക്ക് വർത്തമാനം പറയാൻ പറ്റുന്നുണ്ട്. ആ വൃത്തികേട് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവേ ഞാൻ ഇച്ചിരി വർത്തമാനപ്രിയയായിരുന്നു. പക്ഷേ എനിക്ക് നേരത്തെ പല്ല് പൊങ്ങിയതും വിടവുള്ളത് കാരണം എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പല്ല് വെച്ചതിന് ശേഷം എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. കോവിഡ് കാലത്ത് മാസ്ക് വെക്കുന്നുണ്ട് എൻ്റെ ചിരി ആരും കാണൂല. അപ്പം ഞാൻ നന്നായി വിടർന്ന് ചിരിക്കുമായിരുന്നു. എൻ്റെ പേര് ഗീത. ഞാൻ ചെറായിൽ നിന്ന് വരുന്നു. ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ ചിലപ്പോഴൊക്കെ ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചെറിയൊരു സ്മൈൽ ചെയ്യുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ യൂട്യൂബിൽ ഡോക്ടറെ വീഡിയോകൾ കണ്ടാണ് വന്നത്. ഇവിടെ ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഡോക്ടറെ കണ്ട് എൻ്റെ പല്ലെല്ലാം നോക്കി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡോക്ടർ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഏകദേശം എത്ര രൂപയാകും എന്നുള്ളൊരു എസ്റ്റിമേറ്റ് തന്നു. എനിക്കത് കൊള്ളാമെന്ന് തോന്നി. ആദ്യം കേടുണ്ടായിരുന്ന പല്ലുകളുടെ കേടുകളെല്ലാം തീർത്ത് 3 സിറ്റിംഗാണ് വേണ്ടി വന്നത്. 4ാമത്തെ സിറ്റിംഗിൽ പല്ല് ഫിക്സ് ചെയ്ത് തന്നു. ഡോക്ടറെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നി. എപ്പോഴും ചിരിക്കുന്ന ഡോക്ടറാണ്. എനിക്ക് ചിരിക്കാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ റീസെൻ്റ്ലി എൻ്റെ മകൻ്റെ അടുത്ത് US പോയിരുന്നു. അവിടെ വെച്ച് ഒരു പല്ല് ഒടിഞ്ഞു പോയി. ആ പല്ല് ഒടിഞ്ഞിട്ട് ഒരു ഡോക്ടറെ കാണാൻ 15 തുടങ്ങി 20 ദിവസം വരെ വെയിറ്റ് ചെയ്ത് അത് ഇൻഫെക്ഷൻ ആയപ്പിനെയാണ് ആ ഡോക്ടറെ കണ്ടു. അതുമല്ല $1250
ഒരു പല്ല് ഡോക്ടറെ വിസിറ്റ് ചെയ്ത് ഒരു പല്ലെടുത്തതിന്. ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ ഈ അന്വേഷണത്തിലായിരുന്നു. അങ്ങനെയാണ് പല്ല് ഡോക്ടറെ വളരെ അട്രാക്റ്ററായ ഒരു കാര്യം ഞാൻ അറിഞ്ഞത് ഇതാണ്. പല്ലുകൾ എടുത്തു കളയാതെ പല്ലുകളെ സംരക്ഷിക്കുന്ന ഡോക്ടർ എന്ന് വെച്ചാൽ ഞാൻ റിട്ടയർഡ് ആയ പിന്നെ ഇപ്പൊ പള്ളിയിൽ പാടാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ പല്ലൊക്കെ വൃത്തികേടായിട്ടിരിക്കാന്ന് പറഞ്ഞാൽ പാടുമ്പോൾ ആളുകൾ കാണൂല. അപ്പൊ അതൊരു സങ്കടമായിട്ടിരുന്നേ. എൻ്റെ ആ സങ്കടം തീർന്നു. കാരണം താഴത്തെ എനിക്ക് നല്ലപോലെ ബ്രിഡ്ജ് ചെയ്തു തന്നു, മുകളിലും ഇപ്പൊ ഒരു സൈഡ് ബ്രിഡ്ജ് ചെയ്തു. ഇനിയും കുറച്ച് വർക്കുകളോടെ ഉണ്ട്. പക്ഷെ എൻ്റെ പല്ലുകളെല്ലാം നിലനിർത്തിയാണ്. ഇത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇനി അമേരിക്കയിലുള്ളവര് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നാലും അടുത്ത അഡ്വാൻറ്റേജ് ഇതാണ്. വിത്തിൻ 3 days he will finish his work. പല്ല് ഡോക്ടറെ അന്വേഷിച്ച് പോരെ മറൈൻ ഡ്രൈവിലെ പല്ല് ഡോക്ടർ തോമസ് നെച്ചുപ്പാടൻ. ഹീസ് എക്സലന്റ് ഡോക്ടർ. എനിക്കാണെങ്കിലും വളരെ സന്തോഷമായി ഡോക്ടർ ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്ത്. താങ്ക് യു ഡോക്ടർ. ആകെ 2 വിസിറ്റ് വേണ്ടി വന്നോളൂ. പല്ല് ഫിക്സ് ചെയ്ത്. എൻ്റെ പേര് ആൻസി. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. എനിക്ക് മുൻപ് താഴത്തെ പല്ല് ഇളക്കമുണ്ടായിരുന്നു. 3-4 വർഷം മുമ്പ് ഫ്ലാപ്പ് സർജറി പറഞ്ഞതാണ്. പല്ല് ഇളക്കമുള്ളതുകൊണ്ട് തന്നെ വളരെ പതുക്കെ പല്ല് തേക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പല്ലിൽ അഴുക്കടിഞ്ഞ് ഡെന്റൽ പ്ലേക്സ് നന്നായിട്ടുണ്ടായിരുന്നു. പല്ല് താഴത്ത് നേരെ നന്നായിട്ട് ഇളകിയിരുന്നു. അതുകൊണ്ട് തന്നെ ചിരിക്കാനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. മുകളിലത്തെ പല്ലും ചെറുതായിട്ട് ഒരു പല്ല് മഞ്ഞപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് 3-4 വർഷമായിട്ട് ഞാൻ നടക്കുകയാണ്. അപ്പം ഇനി വെക്കേഷനുകൾ വരുമ്പോൾ മാത്രമേ എനിക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ മാസങ്ങൾ അത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ വന്നത് യൂട്യൂബ് ചാനൽ കണ്ടു ആണ് വന്നത്. ഇവിടെ വന്നതിന് ശേഷം 1-2 വിസിറ്റിനുള്ളിൽ തന്നെ ചെയ്തു തരാമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ആ കോൺഫിഡൻസിൽ ചെയ്തു തുടങ്ങിയതാണ്. പല്ലൊന്നും പറിക്കാതെ തന്നെ പല്ലിളകി പല്ലൊക്കെ ഫിക്സ് ചെയ്ത് ആകെ 2 വിസിറ്റ് വേണ്ടി വന്നോളൂ. പല്ല് ഫിക്സ് ചെയ്ത് എല്ലാം ശരിയാക്കിയിട്ട് ഇപ്പം നല്ല കോൺഫിഡൻസ് ഉണ്ട് ചിരിക്കാനും സംസാരിക്കാനൊക്കെ. നേരെ പോയിരുന്നൊരു ഫോട്ടോയോ ഒരു വീഡിയോ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. പറയുകയാണെങ്കിൽ ഇത് കുറേ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. എൻ്റെ പേര് മോഹനൻ. ഞാൻ മുളന്തുരുത്തിയിലാണ് താമസിക്കുന്നത്. പല്ലിൻ്റെ കുഴപ്പങ്ങൾ കാരണം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. കടി കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ പല്ല് തമ്മിൽ കൂട്ടി കടിക്കാൻ പറ്റുന്നില്ല. ആൾക്കാരെ കാണുമ്പോൾ നന്നായിട്ടൊന്നും ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഓർത്തു ഇനിയിപ്പോൾ വയസ്സാം കാലത്ത് എന്താ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടറെ പരിചയപ്പെടുന്നത്. ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് ഏത് പ്രായത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെ പല്ല് ശരിയാക്കാം, അതിന് വയസ്സൊരു പ്രശ്നമല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഡോക്ടറെ വന്ന് കണ്ടു. ഡോക്ടർ എല്ലാം നോക്കി ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു ഇത് ഈസിയാണ്, പെട്ടെന്ന് ശരിയാക്കാം. 2 പ്രാവശ്യം വന്നതോടുകൂടി കാര്യങ്ങളൊക്കെ നന്നായിട്ടാക്കി തന്നു. എനിക്ക് അതിൽ നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. എനിക്ക് നല്ലവണ്ണം ഇപ്പം ചിരിക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ആൾക്കാരുടെ മുമ്പിലോട്ട് ചിരിക്കാനും നന്നായിട്ട് വർത്താനം പറയാനുള്ള ഒരു ഇത് തന്ന ഡോക്ടർക്ക് 1000 നന്ദിയുണ്ട്. ഞാൻ സിനിമ ഡയറക്ടർ ആഷിഖ് അബുവിൻ്റെ ഉമ്മയാണ്. എൻ്റെ പല്ല് ആദ്യം കുറച്ച് പൊങ്ങിയതായിരുന്നു. ഇടയിൽ 2-3 പല്ല് ഷുഗറിൻ്റെ ഇത് കൊണ്ട് പോയി. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അതൊക്കെ ചികിത്സിച്ച് ഭേദാക്കിയത്. എൻ്റെ പല്ല് നല്ല സെറ്റപ്പിലായി കിട്ടി. അതിൽ പിന്നെ ഞാനൊരു മോൻ്റെ ഒരു സിനിമയിൽ ചെറിയൊരു വേഷമൊക്കെ ചെയ്ത്. മയക്കുമരുന്ന് മാഫിയക്കെതിരെയുള്ള വാർത്തകൾക്കൊന്നും സ്റ്റേ ഇല്ല. എനിക്കിപ്പോൾ ആത്മവിശ്വാസത്തോടെ ചിരിക്കാനും മറ്റുള്ളവരോട്ട് ഇടപഴകാനും പറ്റുന്നുണ്ട്. അത് തോമസ് നെച്ചുപ്പാടൻ്റെ കരവിരുതിൻ്റെ ഒരു പ്രതിഫലനമാണ്. തീർച്ചയായിട്ടും പല്ലിന് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞ് ഇതുപോലെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കോൺഫിഡൻസോടുകൂടി മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും സമൂഹത്തിൽ ഇറങ്ങി നടക്കാനും ഒക്കെ പറ്റും. എൻ്റെ പേര് അഭിജിത്ത്. എൻ്റെ പല്ല് വളരെ ചെറുപ്പത്തിൽ പോയതാണ്. അന്ന് ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയി. അന്നൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പറഞ്ഞത്. എൻ്റെ വീട്ടുകാരാണെങ്കിലും നാട്ടുകാർ ഫ്രണ്ട്സ് എല്ലാവരും കളിയാക്കുമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചിരിക്കാൻ ഒരു മര്യാദയ്ക്ക് പറ്റൂലായിരുന്നു. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ചില സമയത്ത്. എൻ്റെ അമ്മ ഇങ്ങനെ ഇവിടുത്തെ ഡോക്ടറിൻ്റെ റീലുകൾ കാണുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്തൊന്ന് പോയി നോക്ക്. ഇപ്പം ആൾക്കാരുടെ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ ഇതിന് പോയാൽ എന്തായാലും ശരിയാവുമെന്ന് തോന്നി. ആദ്യം വന്നപ്പോൾ തന്നെ ഡോക്ടർ ഇത് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. ഇപ്പം ശരിക്കും നല്ല മാറ്റം വന്നു. ശരിക്കും പല്ല് വെച്ച് കഴിഞ്ഞപ്പോൾ ചിരിക്കാനാണെങ്കിലും ഒരു ആത്മവിശ്വാസം എല്ലാം കിട്ടി. ഇവിടുത്തെ ഡോക്ടർമാരോടും എല്ലാവരോടും സ്റ്റാഫുമാരോടും ഒക്കെ നന്ദി പറയണം. എൻ്റെ ഈ ഫേസ് പരിപാടിയാക്കി കിട്ടിയതിന്. നമുക്ക് അറിയത്ത് പോലുമില്ല ഞാനിപ്പം മെലൈനസ് ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. ഹായ് ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശോഭ വിശ്വനാഥ്. ഞാനിപ്പം എൻ്റെ പല്ല് ഡോക്ടറിൻ്റെ അടുത്താണ്, ഡോക്ടർ തോമസ്. എന്താണെന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് പല്ലിൽ കുറച്ച് ഗ്യാപ്സ് വന്നു. ഏത് പല്ല് ഡോക്ടർ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് 15 വർഷമായിട്ട് അറിയാന്നുള്ള ഒരു ഡോക്ടറേ ഉള്ളൂ, ഡോക്ടർ തോമസ്. അപ്പം നേരെ ഇങ്ങോട്ടേക്ക് ഞാൻ കൊച്ചിയിലേക്ക് വന്നു. ആൻഡ് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് മെലൈനസിനാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കേണ്ടതാണ്. അപ്പം അല്ലാത്ത റീറ്റെയിനേഴ്സ് ഇടുന്നതിനേയും കാട്ടി ദിസ് ഇസ് ലൈക്ക് മോർ കൺവീനിയൻറ്റ് ആണ്.
ആൻഡ് കാണാനും നമുക്ക് അറിയത്ത് പോലും ഇല്ല ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. എസ്പെഷ്യലി ഫ്രം എ ഡിസ്റ്റൻസ് ഒട്ടും അറിയത്തില്ല ഞാനിപ്പം മെലൈനസ് ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. ആൻഡ് 14 സെറ്റ്സ് ആണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഐ എം എക്സൈറ്റഡ്. കഴിയുമ്പോൾ എൻ്റെ പല്ല് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് എന്തായാലും കാണാം. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.